നോവൽ. രാത്രി സഞ്ചാരികൾ. സമയം രാത്രി 12 മണി. വീശിയടിക്കുന്ന കാറ്റിൻ്റെ ഹുങ്കാര ശബ്ദം, ഒപ്പം ചീവീടുകളുടെ കരച്ചിൽ. നിലാവും നക്ഷത്രങ്ങളും ഇല്ലാത്ത രാത്രി. ഇരുട്ടിന് കനം കൂടി. ഇപ്പോൾ മഴ പെയ്തേക്കുമെന്ന് തോന്നിപ്പിക്കുന്നു. കാറ്റിന് നല്ല തണുപ്പുമുണ്ട്. ഏതോ പൂവിൻ്റെ സുഖകരമല്ലാത്ത ഗന്ധം മുറിക്കകത്താകെ കറങ്ങി നടക്കുന്നു. അകലെയുള്ള പള്ളിയിൽ നിന്നും സമയം 12 ആയെന്ന് സൂചിപ്പിക്കുന്ന മണിശബ്ദം. തുറന്നു കിടക്കുന്ന ജനലിലൂടെ കാറ്റ് അകത്തേക്ക് അടിച്ചു കയറുന്നു. പള്ളിയിൽ നിന്നും കേൾക്കുന്ന മണിശബ്ദത്തിനും പോലും ഇന്നെന്തോ പ്രത്യേകത പോലെ, ഏതോ അപായ സൂചന നൽകുന്നത് പോലെ. എന്തായിരിക്കും ഈ രാത്രിയിലെ പ്രത്യേകത? അറിയില്ല. മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് ആരുടെയെങ്കിലും കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ടോ? ജനലിൽ ആരെങ്കിലും തട്ടുന്നുണ്ടോ? അവൻ പതിയെ എഴുന്നേറ്റ് ജനലടയ്ക്കാൻ ഒരുങ്ങവേ നായകളുടെ ഓരിയിടായി. ഒരു പന്തത്തിൻ്റെ വെളിച്ചം 3-4 തവണ മിന്നി മറയുന്നത് അവൻ കണ്ടു. പേടിച്ചിരണ്ട അവൻ കട്ടിലിൽ കിടക്കുന്ന അമ്മയെയും അച്ഛനെയും തട്ടി വിളിക്കാൻ കട്ടിലേക്ക് കൈ എത്തിച്ചു. ഇല്ല, അവർ രണ്ടുപേരും കട്ടിലില്ല. അവൻ വീണ്ടും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. തീപ്പന്തം കൊണ്ട് ഒരു രൂപം. Sorry, it's DJ. Sorry, it's DJ.